എല്ലാവർക്കും നമസ്കാരം. 2 ദിവസം മുമ്പ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു വിഷയം എല്ലാവരിലേക്കും എന്നാ കഴിയുന്ന രീതിയിൽ എനിക്ക് എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എനിക്ക് രാവിലെ 11 മണിയായപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങളുടെ എല്ലാ നമ്പറും ബ്ലോക്ക് ചെയ്യുന്നു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് തെറ്റൊന്നും ചെയ്യാതെ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് മലയാളിയെ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. മലയാളിയെ കണക്ട് ചെയ്തപ്പോഴത്തേക്കും അവർ പറഞ്ഞു നിങ്ങൾ ഇത് കണക്ക് ഛത്രപതി ശിവജി ടെർമിനലിൽ ഇൻ്റർനാഷണൽ ടെർമിനലിൽ വെച്ചിട്ട് ഇത് കണക്കൊരു സിം എടുത്ത് നിങ്ങളുടെ ആധാർ നമ്പർ വെച്ചുകൊണ്ട് ഒരു സിം എടുത്തു. ആ സിമ്മിൽ നിന്നും ആവശ്യമില്ലാത്ത മെസ്സേജുകൾ പാസ് ചെയ്ത് വിടുകയാണ്. നമ്മൾ ആ പാസ് ചെയ്ത് വിടുന്നത് നമ്മൾ അതേ കണക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ആ നമ്പറും നമ്മൾ ബ്ലോക്ക് ചെയ്തു. പക്ഷേ ആധാർ എടുത്തിട്ടുള്ള നമ്പർ വെച്ചിട്ടുകൊണ്ടാണ് നിങ്ങളെ ഈ കോൺടാക്ട് ചെയ്ത് വരുന്നത്. അങ്ങനെ ഞാൻ ചോദിച്ചു എന്ത് ടൈപ്പിലുള്ള മെസ്സേജുകളാണ് പാസ്സായി പോയത്. അപ്പോൾ അവർ പറഞ്ഞു രാജ്യദ്രോഹ കുറ്റങ്ങളാണ് പോയിരിക്കുന്നത്, ഹിന്ദുയിസത്തിനെ കുറിച്ചിട്ടും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നൊക്കെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിനകത്തേക്ക് ഒത്തിരി ഒന്ന് പേടിയൊക്കെ ഉണ്ടായി. കാരണം ഞാൻ കൂടുതൽ സ്ട്രോങ് ആയിട്ട് എങ്ങനെ സംസാരിക്കുന്നു അതിനനുസരിച്ച് നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് അവർ നന്നായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവർ നന്നായിട്ട് പോലീസ് മുറയിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഇവിടെ പോയി ഓഗസ്റ്റ് 15-ാം തീയതി ഒക്ടോബർ 15-ാം തീയതി നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞു സാറേ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ട്രിവാൻഡ്രത്ത് തന്നെ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പേര് മഞ്ജുഷ എന്നല്ലേ, നിങ്ങളുടെ നമ്പർ അല്ലേ ഇത്, നിങ്ങളുടെ ആധാർ നമ്പർ അത് ഇത് എന്ന് വേണ്ട. അവരങ്ങ് ആകെ ഒരു പരുവാക്കി. എന്നിട്ട് അവർ പറഞ്ഞു ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്ന കോളാണ്, നിങ്ങൾ ആരും ഇല്ലാത്ത സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് കേസ് ഒതുക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയുക, അവിടെ ബഹളങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല, കാരണം എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്, കോടതിയിൽ പോകേണ്ടതാണെന്ന് പറഞ്ഞു. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ വീട്ടിൽ അമ്മയും മക്കളെയും ഒക്കെ പോയി ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ കേസിലൊക്കെ പെട്ടുപോയി, ഞാൻ ഇല്ലാണ്ടായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരൊക്കെ എൻ്റെ പുതിയ ഒരു ആംഗ്യം അവർക്ക് നന്നായിട്ട് മനസ്സിലായൊന്നുമില്ല. അവരെൻ്റെ കൂടെ വന്നിരുന്ന സംസാരം കേൾക്കുകയാണ്. അവർ വീണ്ടും കണക്ട് ചെയ്തു. അപ്പോൾ നമുക്കിത് ഒത്തീർപ്പാക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നിങ്ങളുടെ കേസ് അങ്ങനെ ഇവരെൻ്റെ കൂടെ വന്നിരുന്നു. അപ്പോൾ ഇവർ വീണ്ടും ഇതിനകത്തേക്ക് വീണ്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു അരമണിക്കൂറോളം അവരെന്നെ മാക്സിമം അവരുടെ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കാരണം ഞാൻ സ്ട്രോങ് ആകുമ്പോൾ അവർ കൂടുതൽ അത് മുറുക്ക പിടിക്കും. അങ്ങനെ അവസാനം ഇവർ പറഞ്ഞു ഒരു വാട്സപ്പ് നമ്പർ തരാം, ആ വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് ആ കേസിൻ്റെ ഫയൽ നമ്പർ, ഈ സംസാരിക്കുന്ന ആളിൻ്റെ നമ്പർ, ID നമ്പർ എല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഈ ഒരു നമ്പർ സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഫയൽ നമ്പർ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറയുന്ന ഈ നമ്പറും ഒക്കെ നമുക്ക് അയച്ചു തരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ വരും. നിങ്ങളിതൊന്ന് കട്ട് ചെയ്യുന്നു വേണ്ട, നിങ്ങളൊന്ന് നിശബ്ദമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഒന്ന് മാറി നിന്നിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്തേന്ന് പറഞ്ഞ് അവർ നിൽക്കുന്ന, എന്നാലും നമുക്ക് ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. പക്ഷേ മുന്നിൽ ഇത് മക്കളിരുന്ന് കട്ട് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഇത് കട്ട് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഞാൻ കട്ട് ചെയ്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തതിന് ശേഷം മക്കൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഗൂഗിളിൽ നിന്ന് നമ്പർ എടുത്തിട്ട് സൈബർ സെല്ലിൽ വിളിക്കാൻ പറഞ്ഞു. ഞാൻ സൈബർ സെല്ലിൽ വിളിച്ചപ്പോഴത്തേക്കും സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല, നിങ്ങളുടെ ആധാർ കാർഡ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു സംഭവവും നടന്നിട്ടില്ല, പറ്റിപ്പാണ്, നിങ്ങളത് ബ്ലോക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് പറയാനായിട്ടുള്ളത്, ഞാൻ എൻ്റെ മനസ്സിനകത്തേക്ക് ഞാൻ കരുതിയിരുന്നത് ഇതുപോലെയുള്ള പറ്റിപ്പുകൾ, ഓൺലൈൻ പറ്റിപ്പുകൾ എൻ്റെ അടുത്തൊന്നും വരത്തില്ല, ഇനി വന്നിരുന്നാൽ തന്നെ ഞാൻ ഇതൊക്കെ അങ്ങ് തരണം ചെയ്ത് പൊയ്ക്കോളും, കാരണം ഇതൊന്നും എൻ്റെ അടുത്ത് വരത്തില്ല എന്നായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ എല്ലാവരുടെ അടുത്തും എല്ലാ തരത്തിലുള്ള പറ്റിപ്പും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആവുന്നോ അതിനനുസരിച്ച് അവർ കൂടുതൽ നമ്മൾ അതിനകത്തേക്ക് പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ അവർ എന്നെ പോലീസ് മുറയിലോട്ട് വെള്ളം കുടിപ്പിച്ചു എന്ന് പറയുന്നതാണ് സത്യം. 1 മിനിറ്റ് കൂടെ വൈകിയിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്ന ഒരു സ്ഥലത്ത് മറ്റൊരു വീഡിയോ ആയിപ്പോയേനെ. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവരുടെ കൈപ്പിടിയിലായിപ്പോയേനെ. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമാണ്. കാരണം നമ്മുടെ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന നമ്മുടെ സ്വത്ത് വകകൾ അത് നമുക്ക് മാത്രം ഉള്ളതാണ്. അത് പറ്റിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർക്ക് അപ്പോൾ ഇതുപോലെയുള്ള പറ്റിപ്പും വെട്ടിപ്പുകളിലും ഒന്ന് ചെന്ന് പെടാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നമ്മുടെ മുന്നിലേക്ക് എന്ത് സംഭവങ്ങൾ വന്നു കഴിഞ്ഞിരുന്നാലും നമുക്ക് നമ്മുടെ ഗവൺമെൻറ് തന്നെ ഓരോ ടോൾ ഫ്രീ നമ്പറുകളും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് ഒന്ന് വൈകി കഴിഞ്ഞെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാനായിട്ടില്ല. അല്ലെങ്കിൽ അവർ നേരിട്ട് നമ്മളുടെ അടുത്ത് വരട്ടെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മാത്രമേ നമ്മൾ ഏതൊരു കാര്യത്തിലും തീരുമാനം എടുക്കാവുള്ളൂ. എനിക്കിപ്പോൾ ഓരോ കോള് വരുമ്പോഴും പേടിയാണ്, ഇതുപോലെയുള്ള സംഭവങ്ങളായിരിക്കും. എന്നാൽ ഞാൻ ആദ്യമേ തന്നെ അതിനെ കരുതിക്കൂട്ടിയാണ് നിൽക്കുന്നത്. ഇങ്ങനെ നമ്മൾ കരുതിക്കൂട്ടി നിന്നിരുന്നാലും നമ്മളെ പെടുത്താനായിട്ട് ഇവരൊക്കെ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിച്ചു എന്ന് വരും. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കുക. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, താങ്ക്